2024 ജഗദീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സക്സസ് ആയിട്ട് ചെയ്യാറായിരുന്നു. കാരണം എത്ര ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരു ഭാഗമായിരുന്നു ജഗദീഷേട്ടൻ. അപ്പം ആ ഓരോ കഥാപാത്രവും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. ആ കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ഈ പരിവാറിലെ ഒരു കഥാപാത്രം എത്രത്തോളം ജഗദീഷേട്ടൻ ഒരു ചലഞ്ചിങ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് എന്താ തോന്നുന്നു? തീർച്ചയായിട്ടും 2024 ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഇതിലെ സഹദേവൻ. അത് യാതൊരു സംശയമില്ല. കാരണം 2024 എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു, ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല, ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിൽ അങ്ങനെ അപ്പോൾ പോലും കുറച്ച് പേര് എന്നെ വിമർശിച്ചു, ഈ സ്ഥിരം സ്റ്റീരിയോ ടൈപ്ഡ് ആവുന്നു, അച്ഛനാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിലങ്ങനെ ആരോപണം വരില്ല, കാരണം ഇതിലെനിക്ക് കുട്ടികളില്ല. അപ്പം അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അപ്പം മാത്രമല്ല, ഇതിനകത്ത് എന്താ പറയുക, വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല, അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ്, ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. പക്ഷേ അതിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒരു പാർട്ടിയെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ വേറിട്ടൊരു വേഷം തന്നെയാണ്. മനുഷ്യൻ്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അല്പം കൂടുതൽ കാശിനോട് ആർത്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.